അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യന്റെയും സ്വപ്നമാണ്. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫ് നയിക്കാൻ കഴിയും? നിങ്ങൾ പ്രതിസന്ധിയിലാണോ? നിങ്ങൾ ശാപത്തിലാണോ? നിങ്ങൾ ബന്ധനത്തിലാണോ? നിങ്ങൾ കുരുക്കിലാണോ? നിങ്ങൾക്ക് കൊതിയില്ലേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫ് നയിക്കുവാൻ? ഇന്ന് അങ്ങനെ ഒരു വചനമാണ് കർത്താവ് സംസാരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ. വേദപുസ്തകം നമുക്ക് തരുന്ന ഒരു വെളിപ്പാടാണ്. നമ്മളെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചതാണ്. വിശ്വാസികളുടെ പിതാവെന്ന് നാം പഠിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയും, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 2, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റൊരു സുന്ദരം വാക്യം കൂടെ ഉണ്ട്. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അപ്പം ദൈവം അവനെ വിളിച്ചു, ഓമനെ പേര് ചൊല്ലി വിളിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ദൈവം അവനെ സകലത്തിലും അനുഗ്രഹിച്ചു. അങ്ങനാണെങ്കിൽ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയാം, അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് പകരപ്പെടേണ്ടതിനാണ് നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ശാപം ചുമക്കാനല്ല വിളിച്ചത്, പരാജയം വഹിക്കാനല്ല വിളിച്ചത്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചതാണ്. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരുടെയും ദൗത്യമാണ്, സ്തോത്രം, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, തന്നെത്താൻ അനുഗ്രഹിക്കുക. നിങ്ങൾക്ക് മറ്റൊരാളെ അനുഗ്രഹിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ മനസ്സ് വളർന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനുഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവ് തയ്യാറാണ്. ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം തരും. നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ചോ അതിന്മേൽ പലതിന്മേലും ദൈവത്തിന്റെ കൈ ഇറങ്ങുന്നത് എനിക്ക് ആത്മക്കണ്ണുകളിലൂടെ കാണാം. ആ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചേ. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. നമുക്കൊന്നിച്ചു പറയാം, കർത്താവെ, ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിപ്പാൻ ദൈവം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഒത്തിരി പേർ, സ്തോത്രം, ശാപം ചുമന്ന് ജീവിക്കുമ്പോൾ, പാപം ചുമന്ന് ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, നിരാശ ചുമന്ന് ജീവിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. നിന്റെ മക്കളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാം. തമ്മിൽ അനുഗ്രഹിക്കാം. നമുക്ക് തന്നെ നമ്മളെ അനുഗ്രഹിക്കാം. ദൈവത്താൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു.